ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബീസ്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ, ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, ഓണം വീഡിയോ. അപ്പോൾ അത്തമൊക്കെ കഴിഞ്ഞു, ഓണത്തിന് പറഞ്ഞ് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ഓണം പ്രിപ്പറേഷൻസ് ഇപ്പോഴേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു. അല്ല, ഓണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ആദ്യം ഓർമ്മ വന്നത്? പൂക്കളം, ഓണക്കോടി, സദ്യ, മാവേലി, അങ്ങനെ ഒരു ശരാശരി അമേരിക്കൻ മലയാളിയുടെ വീട്ടിൽ നീ അത് വേണ്ട, ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യണേന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാനിതിൽ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ പൂക്കളിടണം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പൂ പറിക്കാൻ പോയി നമുക്ക് ഈ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് പറക്കൽ പൂക്കൾസ്, കം ഓൺ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള പൂക്കളൊക്കെ വെച്ച് പറിച്ച് നമുക്ക് ഓണത്തിന് ഇടാമെന്ന് ഓർത്തു. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേ? കടയിൽ പോയി പൂക്കളൊക്കെ പറിച്ച് അത് പിച്ചി ഇടലേ പതിവ്. പക്ഷേ ഇവിടെ അതിൻ്റെ ഓപ്ഷൻസൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ, പക്ഷേ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ നിന്ന് പിച്ചി പറിച്ച് തപ്പിയെടുത്ത് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള മിനിമം റിസോഴ്സ് വെച്ച് നമുക്ക് പൂക്കളിടാമെന്ന് ഓർത്തു. നിങ്ങളെങ്ങനെയാണ് നാട്ടിൽ? പൂ പറിക്കുകയാണോ അതോ കടയിൽ പോയി പൂ വാങ്ങുകയാണോ? എന്താ ചെയ്യണേ? കമൻറ്റ് ബിലോ ഗൈസ്. അങ്ങനെ ദേ പൂ കിട്ടിയിട്ടുണ്ട്, ബാ 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 ബാ. ഓക്കെ, മഞ്ഞ പൂക്കളാണ്. ഈ പൂക്കൾ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറിച്ചാൽ പ്രശ്നമൊന്നുമില്ല. സാധാരണ US എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും പറിച്ചു കഴിഞ്ഞാൽ ഫൈനാ. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറിക്കാൻ പാടില്ല. പൂ പറിച്ചാൽ ഫൈനാവും, പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കാം, നല്ല ഫൈൻ കൊടുക്കാം. ഇങ്ങനത്തെ കാട്ടുപൂക്കളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് പറിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് കിട്ടിയാൽ മതി. ഇതാ നല്ല കാട്ടുപൂക്കൾ കണ്ടാ, നല്ല മഞ്ഞ പൂക്കൾ. ഞാൻ വരണ വഴിക്ക് അവിടെ കുറച്ച് പേർപ്പിൾ പൂക്കളും കൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അയ്യോ ദേ നോക്കിക്കേ, ഈ ബീനെയൊക്കെ വെച്ച് ഞാൻ എങ്ങനെ പറിച്ചെടുക്കും? കണ്ടാ, സാരല്ല, നമുക്ക് ബീ ഇല്ലാത്ത സ്ഥലം നോക്കി പൂക്കൾ പറിക്കാം. ഓക്കെ, അപ്പം ഞാനെന്നാ ബാസ്ക്കറ്റ് എടുത്തു തരാം കേട്ടോ, പൂ പറിക്കാനുള്ള ബാസ്ക്കറ്റ്. ഇതാ ബാസ്ക്കറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അമ്മ അവിടെ ഓൾറെഡി പൂ പറിച്ചു തുടങ്ങി. ഇതാ വണ്ടുണ്ടെന്ന് പറഞ്ഞു, എനിക്കത് പേടിയാന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ ഓൾറെഡി വണ്ടിനെയൊക്കെ കളഞ്ഞതാ പൂ പറിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് പറിക്കാൻ പേടിയോ. ദേ ഓൾറെഡി ദേ അതിനകത്ത് ഇതാ ബീ ഇരിക്കണുണ്ടോ? കണ്ട്, ഈസി അല്ല ഗൈസ്. നാട്ടിലെ പോലെ വലിയ പണിയാണ്, അല്ലെ, നാട്ടിലെ പോലെ ഈസി അല്ല. ഓരോ പൂക്കൾ പറിച്ച് ആദ്യം ഇനി പിച്ചി. ഈ വണ്ടിനൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, തേനീച്ചയാ. തേനും കുടിക്കാം നമുക്ക്. ഓക്കെ, പൂക്കൾ അപ്പുറത്ത് ഞാൻ പേർപ്പിൾ പൂക്കളും കണ്ടിട്ടുണ്ട്. ഒരു ബ്ലൂ പൂ കണ്ടു എന്ന് അമ്മ പറയണ്ടായിരുന്നു. നമുക്ക് അമ്മ ഇത് പറിച്ചോ? ഞാൻ അപ്പോഴേക്കും അയ്യോ എൻ്റെ പുറത്ത് പ്രാണിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. ഓക്കെ, ഇനി ബ്ലൂ പൂ എവിടെയോ കണ്ടു എന്ന് പറഞ്ഞാൽ അത് നോക്കട്ടെ. ഇതാണോ ബ്ലൂ പൂ അമ്മ കണ്ടത്? അത് പേർപ്പിൾ പൂവാ. ഞാൻ കണ്ടുപിടിച്ച പേർപ്പിൾ പൂ തന്നെയാണ് അത് കുറച്ച് പറിച്ചെടുത്തോളൂ. എന്നിട്ട് അപ്പോഴേക്കും ഞാൻ പേർപ്പിൾ പൂ പറിക്കാം. നേരത്തെ പറിച്ച് കണ്ട. അപ്പോൾ 2 കളേഴ്സ് നമുക്ക് ഓൾറെഡി ആയിട്ടുണ്ട്. ബാക്കി ഒരു വരണ വഴിക്ക് ഞാൻ വൈറ്റ് പൂവും കണ്ടിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഉണ്ട്. ഈപ്പച്ചാ ഫ്രണ്ടിലേക്ക് കയറിയുന്നേ, അവിടെ ഒരാൾ നോക്കിയേ. ഈപ്പച്ച തണുപ്പ് കാരണം ഒരാൾ സ്വെറ്റർ ഞങ്ങൾ എടുത്തില്ല, അത് കാരണം പേർപ്പിള്. എൻ്റെ നഴ്സിംഗ് കവർ വെച്ച് ഞാൻ ഒരാൾക്ക് പുതപ്പുണ്ടാക്കിയേക്കണതാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഇത്രയും തണുപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചല്ല വന്നേ. അപ്പം അത് കാരണം ഇവിടെ നീങ്ങുന്നു. ഐ ഗൈസ്, ഇവിടെ ഇരുന്നോ കേട്ടോ. അതേ ബേബി ഉണ്ട് ഇതിനകത്ത്. ഞങ്ങളുടെ നോവ ബേബി കിടന്ന് ഉറങ്ങുന്നുണ്ട്. മാത്തച്ഛൻ കിടന്ന് ഉറങ്ങണു. മാത്തച്ഛന് കാവലായിട്ട് ഇവിടെ നിൽക്കുക. ഞങ്ങൾ പൂ പറിക്കാൻ പോണ സമയത്ത് ഇതേ സൈക്കിൾ തന്നെ ദൂരം മാറിയിരുന്നോ കേട്ടോ, നീങ്ങിയിരുന്നോ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പേർപ്പിൾ പൂ പറിക്കാൻ പോവാം. അങ്ങനെ ഇതാ പേർപ്പിൾ പൂക്കളിൻ്റെ ഒരു
വിശാലമായ ഏരിയ. പക്ഷെ ഇതിന്ന് എങ്ങനെ പറിക്കും എന്നുള്ളതാണ് സംശയം. കാരണം നല്ല കുഴിയാണ്, അകത്ത് പെട്ട് കഴിഞ്ഞാൽ ഗുഹയാവുമോ എന്ന് സംശയമുണ്ട്. ഉള്ള അവൈലബിൾ ആയിട്ടുള്ള പൂക്കൾ നമുക്ക് ഇന്ന് പറിച്ചെടുക്കാം. ദേ ഇവിടെ കുറേ മിക്കതും പൊഴിഞ്ഞു പോയി, ഫോളായി തുടങ്ങി. അതുകൊണ്ട് ഇതാ ഇച്ചിരി ഉള്ളൂ, ഇച്ചിരി നുള്ള് ഉണ്ടോ. ഉള്ള അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ പൂക്കളം ഭയങ്കര ചെറിയ പൂക്കളായിരിക്കും എന്നാണ് എനിക്ക് തോന്നാൻ പോണത്. ഇതാ ഇച്ചിരി കിട്ടി അവൈലബിൾ ആയിട്ടുള്ള പൂക്കളൊന്ന് പറിച്ചെടുക്കാം, പിച്ചി എടുക്കാം. ദേ ഒരു സെറ്റ് അഭയാർത്ഥികളെ കാണണോ? ഇതാ അങ്ങോട്ട് നോക്കൂ, ഇച്ചിരി നീങ്ങുന്നേ അമ്മേ, കണ്ട. ഞങ്ങളുടെ കൂടെ വന്ന കുറച്ച് അഭയാർത്ഥികളാണ്. തണുപ്പ് ഈപ്പച്ച, എന്താണിത്? ഈ തണുപ്പ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ്. കാരണം വെതർ നോക്കിയപ്പോൾ നല്ല 70 ഫാരൻഹൈറ്റ് ഒക്കെയാണ് കണ്ടത്. അപ്പം ഞങ്ങൾ നല്ല വെതറാണല്ലോ എന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റി. പക്ഷേ നാട്ടിൽ നിന്ന് വന്ന അമ്മയ്ക്കും ഈപ്പച്ചനും സഹിക്കാൻ പറ്റില്ല. മാത്തച്ഛൻ അവിടെ ചുരുണ്ടുകൂടി അമ്മയുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അതാണ് മാത്തച്ഛാ. അപ്പയ്ക്കൊരു ഹായ് കൊടുത്തേ, മാത്തച്ഛൻ അപ്പയ്ക്കൊരു ഹായ് കൊടുത്തേ. അല്ല ഈപ്പച്ചൻ അപ്പയ്ക്കൊരു ഹായ് തരും. ഈപ്പച്ച അഭയാർത്ഥി നമ്പർ 2 ഹായ് കൊടുത്തേ അമ്മയ്ക്ക്. അവര് നാണം വന്നു, നാണിക്കേണ്ട ആവശ്യമില്ലേ ഈപ്പച്ച. ബാ, അപ്പോൾ നമുക്ക് നമ്മുടെ പൂ പറയിലേക്ക് തിരിച്ച് ഫോക്കസ് ചെയ്യാം. പക്ഷേ അവിടെയാണെങ്കിൽ ഫുൾ സൈസ് ഉള്ളതുണ്ടായിരുന്നു. നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി എടുക്കാം. ബാ, അപ്പുറത്തെ സൈഡിലുണ്ട്. നിങ്ങളൊക്കെ തുടങ്ങിയോ പൂക്കളിടാനും ഓണപരിപാടികളൊക്കെ? നിങ്ങളൊക്കെ പോയി തുടങ്ങിയോ? ഞങ്ങൾക്കിവിടെ ഓരോ പരിപാടികൾ, ട്രൈ സ്റ്റേറ്റിൻ്റെ ഓണം, മാപ്പിൻ്റെ ഓണം, അങ്ങനെ ഓരോ ഓണങ്ങൾ. ചിലത് കഴിഞ്ഞു, ചിലത് ഇനി അടുത്ത ആഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നും പോവാനുണ്ട്. കണ്ടു, വലിയ സൈസ് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി പിച്ചി എടുത്ത് വരുമ്പോൾ എന്തോരം ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. പാമ്പൊന്നും ഇടല ഉണ്ടാവാണ്ടിരുന്നാൽ മതി. സന്ധ്യയായി തുടങ്ങി, ഇനി ഓരോ ജന്തുക്കളൊക്കെ കയറി വരും. അങ്ങനെ അപ്പുറത്ത് ഞാൻ വൈറ്റ് പൂവും കണ്ടു. ബാ, നമുക്ക് വൈറ്റ് പൂ പറിക്കാൻ പോവാം. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞ് പൂക്കളായിരിക്കും. എന്തായാലും നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു റെഡ് പൂക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആക്ച്വലി പറിക്കാൻ പാടില്ല, പക്ഷേ ഒരു സെറ്റ് സൈക്കിൾ വന്നിട്ടുണ്ട്. പാർക്കായാലുള്ള കുഴപ്പം ഇതാ, പ്രൈവസിക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ലീഗലായിട്ട് പൂക്കൾ പറിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ തന്നെ നമുക്ക് ആദ്യം കംപ്ലയിൻറ്റ് തരും. തിരിഞ്ഞൊക്കെ നോക്കി ഒത്തിരി പോകുന്നുണ്ട്, എന്ത് പണിയാണ് കാണിക്കുന്നത്. ഇവർക്ക് ഓണമൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഈ പൂക്കൾ പറിക്കാൻ ഇറങ്ങിയതിൻ്റെ കഥ, പിന്നീടുള്ള കഥയൊന്നും അവർക്കറിയില്ല. ഇതേ വൈറ്റ് പൂ. പക്ഷെ എന്താ വെരുത്താമ്പല്, വെരുത്താമ്പല് എനിക്ക് പറിക്കാൻ പറ്റില്ല. ഷൂട്ട്, വെരുത്താമ്പലത്ത് എട്ടുകാലി ഉണ്ട്. മാറിയൊക്കെ വെരുത്താമ്പലുണ്ടോ? ആ പൂ വന്നിട്ട് ഉണ്ടോ? ഞാൻ നോക്കട്ടെ, അതാ നോക്കിക്കോ. അതിന് കാണാൻ പറ്റില്ല, ദൂരെയാ. അമ്മേ, ഇത് എന്നെ കൊണ്ട് പറിക്കാൻ പറ്റില്ല. ഇത് മിക്കവാറും മാത്തച്ഛൻ എൻ്റെ കൈ തന്നിട്ട് ഈ പച്ച മാറി നിന്നോ, എട്ടുകാലി മേത്തേക്ക് ചാടി വരും. പ്രാണികൾ കുറച്ചധികം ഉണ്ട്. അമ്മയ്ക്ക് നല്ല ധൈര്യമാണ്. അങ്ങനെ ഇതാ കുറച്ച് പൂക്കൾ കിട്ടിയിട്ടുണ്ട്. ഇത് പൂക്കളത്തിൽ ഒന്നും ആവില്ല. അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തല്ല, വീടിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പൂക്കൾ ഞാൻ കണ്ടായിരുന്നു. അത് പറിക്കൽ ആക്ച്വലി ഇല്ലീഗലാണ്. പക്ഷേ അതൊരു മെസ്സി ആയിട്ടായിരിക്കുന്നത്. അത് പറിക്കുവാണെങ്കിൽ ഞാൻ ആക്ച്വലി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പൂക്കൾ. അപ്പോൾ ആ സെറ്റ് പൂക്കൾ റെഡ് കളേഴ്സാണ്. അപ്പോൾ 4 കളറാവും നമുക്ക് അന്നേരം. എന്നാലും ശരിയാവും തോന്നുന്നില്ല. കുഞ്ഞ് സെറ്റ് പൂക്കളെ ആവുകയുള്ളൂ. കുഞ്ഞു പൂക്കൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾ ഈ പറിക്കാൻ വന്ന സ്ഥലത്തിൻ്റെ ഭംഗി കാണിച്ചു തരാം. നോക്കിയോ, ഇത് ഇവിടുത്തെ പാർക്കിൻ്റെ പേരെന്താ? പീസ് വാലി പാർക്ക്. നല്ല പീസ്ഫുൾ. ഇവിടെ ഫുള്ള് കണ്ടോ, ഹരിതാപും പച്ചപ്പും ഊഷ്മളതേ. കാറ് കാണിക്കരുത്. നാട്ടിൽ മാത്രമല്ല, ഇവിടെയുണ്ട് ഇതുപോലെ നല്ല പച്ചപ്പും. കണ്ടോ, വെള്ളം നോക്കിയോ, അത് നോക്കുക. ഈ സ്ട്രോളർ ഇവിടെ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഉരുണ്ട് വീഴും. പൂവും തൽക്കാലം എന്താ, ഞാൻ ഇവിടെ പൂ വയ്ക്കുക. എടുക്കണ്ടല്ലോ, ഇതൊക്കെ വരുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? ഓക്കെ, പൂ തൽക്കാലം ഞാൻ ഇത് ഇവിടെ വയ്ക്കുക. പ്രാണികളെല്ലാം കാർ സീറ്റിലേക്ക് കയറുമോ?
മാത്തച്ഛനെ വല്ല കടിക്കുകയോ പിടിക്കുകയോ ചെയ്യുമോ? അതെന്നാൽ നമുക്ക് താഴെ വയ്ക്കാം. പൂതാ നമ്മുടെ സ്ട്രോളറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ നല്ല ഭംഗി കാണാം. ബാ ബാ പോരെ, ഇത് ഫാസ്റ്റ് ആയിട്ട് എടുക്കാം. ഈ ജിഗി 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 എന്ന് പറഞ്ഞ ഫാസ്റ്റ് ആയിട്ട് കാണിക്കില്ലേ? ഇവരിവിടെ സ്ഥാനം ഉറപ്പിച്ചു. നോക്കൂ നോക്കൂ, ദാ എന്ത് വിശാലമായിട്ട് ഞങ്ങളുടെ സ്വന്തം കണ്ട. നല്ല തണുപ്പ്, കണ്ണൂരല്ല കേട്ടോ. ഇപ്പൊ ഞാൻ നോക്കണ്ട, അല്ലെങ്കിൽ തന്നെ തണുത്തിരിക്കണ. നീ സ്നോമാൻ ആയി പോവും. അത് അവിടെ നിന്നോ. ഇത് നോക്ക് സൺസെറ്റ്. ഇത് അവിടെ നോക്കിയാൽ സൺസെറ്റിന്റെ ലൈറ്റ് കാണാം, സൺസെറ്റ് കാണാൻ പറ്റില്ല. ഇത് ഒരു ചേട്ടനും ചേച്ചി മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. അവരെന്താ നോക്കണേന്ന് ദൈവത്തിനറിയാം. സോറി. ഇവിടെ വേറെ ഗുണം, നമുക്ക് ഭാഷ ആർക്കും മനസ്സിലാവാത്തത് കാരണം നമുക്ക് എന്തും പറയാം. അതെ എടാ ചെക്ക വെള്ളത്തിൽ ഇതേ നോക്ക്. ഒരു വിരല് തൊട്ടോ, ഒരു വിരല് മതി. തണുപ്പില്ല അല്ലെ? പുറത്താലും നിനക്ക് തണുപ്പുള്ളൂ. എന്നാ അതെ അവിടെ പോയിരുന്നോ. ഇതെല്ലാം കാണിച്ചിട്ട് നമ്മുടെ ക്യാമറാമാൻ ഇതുവരെ ഫ്രണ്ടിൽ വന്നിട്ടില്ല. ഇല്ല, ഞാൻ പുള്ളിനെ കഴിക്കും. പുള്ളി ഭയങ്കര നാണക്കാരനാ. എൻ്റെ അമ്മേനെ പോലെ തന്നെ ഭയങ്കര നാണമുള്ള മനസ്സിലാക്കി തന്നെ ഫോൺ തന്നെ മീൻ വന്നു. അറ്റ്ലീസ്റ്റ് ആ പ്രകൃതിയിലേക്ക് നോക്കി നിൽക്കണ പോലെ. ഇതാണ് ആള്. ചെന്നോ. ഹായ്, നമ്മുടെ സൺസെറ്റിന്റെ അവിടെ സ്റ്റിൽ ഔട്ട് ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. വലിയ ആക്ടിങ് ഒന്നും വേണ്ട. അവിടെ പോയി. സോറി, പുള്ളിക്ക് ഭയങ്കര നാണ. പക്ഷെ ഇവൻച്വലി ഞാൻ ക്യാമറ ഫ്രണ്ടിലേക്ക് പുള്ളിനെ കൊണ്ടുവരുന്നതായിരിക്കും. എന്തോ പ്രാണി ഇപ്പൊ തലയുടെ മുമ്പിൽ കൂടെ ചാടി പോയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് അഭിനയിക്കട്ടെ. നല്ല തണുപ്പ്. ഇതേ മീൻ ചാടുന്നു. നിങ്ങളത് ശരിക്കും മിസ് ചെയ്യോ കേട്ടോ, മീൻ ചാടുന്നത് സീൻ. താറാവ് എനിക്ക് ഒന്ന് വീട്ടിൽ പോയിന്ന് തോന്നുന്നു. ഇല്ല നോന, അതെ നമുക്ക് താറാവിനെ പോയി നോക്കാം. നോക്ക് എന്ത് ഭംഗിയാ നോക്കിയ. സൺസെറ്റിന്റെ മുമ്പിലായിട്ട് കുറെ താറാവ് ക്യൂവിൽ പോടും. കണ്ടോ, അവരവരുടെ വീട്ടിൽ പോവാ ഇപ്പച്ചാ. അവർക്ക് വീട്ടിൽ പോയി ഉറങ്ങി ഫുഡ് കഴിച്ച് കുളിച്ച് ഉറങ്ങേണ്ട സമയമായി. നമുക്കും പോറായി. പൂ പറിക്കാൻ വന്നത് കുറച്ച് ലേറ്റായി പോയത് കാരണം ഇനി ഈ പൂക്കളൊക്കെ ഇച്ചിരി വെള്ളം നനച്ച് വെക്കും. എന്നിട്ട് ഇപ്പച്ചാ സൂക്ഷിച്ചിട്ടോ, കല്ല് തട്ടി വീഴല്ലേ. വെള്ളം നനച്ച് വെക്കും. അങ്ങനെ നമ്മൾ നാളത്തേക്ക് ഫ്രഷ് ആയിട്ടിരുന്നോളും. അപ്പം നാളെ നമുക്ക് നന്നായിട്ട് പൂക്കൾ നല്ല അടിപൊളിയായിട്ട് ഇടാം. ഞാൻ പറയില്ല, ഇനി വീടിൻ്റെ അടുത്തുള്ള ആ പൂക്കളും കൂടെ പറിച്ചെടുക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള എന്തൊക്കെയാ, സദ്യ ചിലപ്പോൾ ഉണ്ടാക്കാൻ സമയം കിട്ടും. പൊടിയൊക്കെ മാത്തച്ഛനൊക്കെ ഉള്ളത് കാരണം അവന് 1 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം അവനെ വെച്ചുകൊണ്ട് കുക്ക് ചെയ്യൽ എന്തോ ഒരു ഈസിയാന്ന് പറയാൻ പറ്റില്ല. എന്നെ സില്ലൗട്ടൊന്നും അല്ലല്ലോ കിട്ടുന്നേ, ക്ലിയർ ആയിട്ട് കിട്ടണ്ടല്ലോ ഞാൻ. ഓക്കെ, ഇതൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ. സോറി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ, ഫ്ലോ അങ്ങ് പോയി. അപ്പോൾ സദ്യ വേണ്ട, എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മാത്തച്ഛനൊക്കെ ഉള്ളത് കാരണം കുക്കിംഗ് ഇച്ചിരി എളുപ്പമാവാൻ വഴിയില്ല. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമായിരിക്കും. ഓർഡർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുക്കിംഗ് കാണിച്ചു തരാം. പിന്നെ ഉള്ളത് ഗെറ്റ് റെഡി വിത്ത് മീ, അത് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഈപ്പച്ചന് അമ്മ നാട്ടിൽ നിന്ന് വന്ന കാരണം ഈപ്പച്ചനും മാത്തച്ഛനും മുണ്ടൊക്കെ ആയിട്ട് പുതിയ ഓണക്കോടിയൊക്കെ ആയിട്ട് അമ്മ വന്നേക്കണേ. എനിക്ക് എൻ്റെ പഴയ സാരിയും ബ്ലൗസും ഉള്ളൂ. ഞാനിപ്പോൾ അതിൽ കയറുമെന്ന് വിശ്വസിക്കും. കാരണം ഡെലിവറി ഇപ്പോൾ മാസം 1 ആയിട്ടുള്ളൂ. അത് കാരണം അതിലൊക്കെ ഞാൻ ഫിറ്റ് ആവുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അതിൻ്റെയും പിന്നെ അക്കു പുള്ളി ഒരു പുതിയ ജുബ്ബയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് അസ് എന്നുള്ള ഞങ്ങളുടെ വീഡിയോ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ കണ്ടോ, ഇത് ശരിക്കും ഇരുട്ടായിട്ടോ, ശരിക്കും ഇരുട്ടായി. മാട്ടപ്പ ദേ അപ്പ മാട്ടപ്പന് തണുക്കണ്ടോ? പൊതപ്പിച്ചോ മാട്ടപ്പന് ഇച്ചിരി തണുപ്പ് കൂടുതൽ. ഞങ്ങൾക്ക് തണുപ്പ് ദേ അവരവിടെ നിന്ന് ആ താറാവ് അവിടെ നിന്ന് ഇവിടെ എത്തിനൂന. അതേ നോക്കിക്കേ, കണ്ടോ, ഞങ്ങൾ അവിടെ പോയി അതുങ്ങളെ ശല്യപ്പെടുത്തിയ കാരണം അവര് ഇവിടെ വന്നേക്കഴിഞ്ഞ് ഇവിടെയും പോയി ശല്യപ്പെടുത്തണോ? വേണ്ട അല്ലേ, വേണ്ട. പാവം. ഇനി അതെ അവരുടെ വീട് ഇവിടെ ആയിരിക്കും. പാവം ഇനി ചെന്ന് കഴിഞ്ഞാൽ വല്ല കൊത്തും മേടിച്ചുകൊണ്ട് വരേണ്ടി വരും. അത് കാരണം നമുക്ക് വീട്ടിൽ പോവാം, ബാക്കി വീട്ടിലെത്തിയിട്ട്. ഓക്കെ, ബാ. അയ്യോ,
അങ്ങനെ ഞങ്ങൾ പൂ പറിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മ അതാ ഓൾറെഡി നേരത്തെ പൂ പറിച്ച് തുടങ്ങി. അങ്ങനെ നമുക്ക് കുറേ സെറ്റ് യെല്ലോ പൂക്കൾ കിട്ടിയിട്ടുണ്ട്. ആ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ പൂ പറിച്ച് കഴിഞ്ഞ് വന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ കുറേ സെറ്റ് യെല്ലോ പൂക്കൾ കണ്ടു. അപ്പോൾ കുറേയും കൂടെ ഞങ്ങളിങ്ങ് പറിച്ചെടുത്തു. ഓൾറെഡി കുറച്ച് കിട്ടിയിരുന്നു യെല്ലോ. അതിൻ്റെ ഒപ്പം എന്താ ഒരു ഫുൾ വഞ്ചോടയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു വലിയൊരു സെറ്റ് യെല്ലോ പൂക്കളായിരിക്കും നമ്മുടെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ. യെല്ലോ മാത്രമല്ല, പിന്നെ അവിടെ കുറച്ച് പേർപ്പിളും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അവിടെ നിന്ന് ഇവിടുന്ന് ഏതെങ്കിലും മരത്തിൽ നിന്ന് കുറച്ച് ഇലകൾ പറിച്ചെടുത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഇല കിട്ടും, ഈ ചെറിയ മുള്ളു പോലത്തെ ഇലകൾ. ആ ഇലകൾ മുറിച്ചിട്ട് നമുക്ക് ഗ്രീൻ ഇടും. മിക്കവാറും ഈ 3 കളറിലെ പൂക്കളാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. യെല്ലോ, പേർപ്പിൾ, പിന്നെ ഗ്രീൻ. അങ്ങനെ നമുക്ക് ഇതങ്ങ് തീർക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ പൂ ഫുൾ പറിച്ചു കഴിഞ്ഞ് വന്നപ്പോഴേക്കും ദേ ആകെ ഇത്രയേ ഉള്ളൂ. കണ്ടോ? കാര്യം കണ്ടപ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നിയെങ്കിൽ ഇതും കൊണ്ട് ഒന്നും അങ്ങ് ആവും തോന്നണില്ല. മാത്രമല്ല വേറെയും കുറേ പണി കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പൂ പറിക്കാമെന്ന് പറഞ്ഞത്. ഇതേ കുറച്ച് മുമ്പ് മഴ പെയ്തെന്ന് കാണിച്ചു കൊടുത്തേ. ആകെ മഴ പെയ്ത് ആ പൂവൊക്കെ ഒരവസ്ഥയായി. ഞാൻ കാണിച്ചു തരാം ഞാൻ എവിടെ നിന്നാണ് പറിക്കായിരുന്നു. എന്താ കാണിച്ചു ഇത് കണ്ടോ? ആകെ ഒരു അവിഞ്ഞ് പീഞ്ഞ് കുറേയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. കണ്ടോ? ഈ പൂവാണ് ഇപ്പം കളറും മാറുന്നുണ്ട്. ഈ പിങ്കിങ് വന്നേ ഇതാ ഇപ്പം മാറിക്കപ്പാ. ഇത് ഈ പിങ്ക് ആയിരുന്നു ആയിരുന്നത്. ഇപ്പോൾ ഇതാ കളറ് മാറി എല്ലാം ഒരുമാതിരി ഉണങ്ങി വാടിയ അവസ്ഥയായി. അപ്പോൾ അത് കാരണം പിങ്ക് പൂവും പോയി. അതുപോലെ തന്നെ ആ പേർപ്പിൾ പൂ കുറച്ചുണ്ടായിരുന്നു. പറിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ദേ ഇത്രയുണ്ടായിരുന്നു. പൂക്കളത്തിൽ ഇടാൻ വേണ്ടി അതൊന്നും ആവില്ല. പ്ലാൻ എ കുറച്ച് ഫ്ലോപ്പായത് കാരണം എൻ്റെ ഒരു പ്ലാൻ ബി ഉണ്ട്. ആ പ്ലാൻ ബി എന്താണെന്ന് അറിയണമെങ്കിൽ ഫോളോ മീ. സോ ഗൈസ്, ഇതാണ് എൻ്റെ പ്ലാൻ ബി. ഇത് ബാലാജി സൂപ്പർ മാർക്കറ്റ്, ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറാണ്. ഇവിടെ വന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ വന്ന് ഞാൻ പൂ വാങ്ങാൻ വന്നതായിരിക്കും എന്നല്ലേ. പക്ഷെ അല്ല. എന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ? കാണിച്ചു തരാം. ഷ്രെഡഡ് കോക്കനട്ട്, വടിലാൽ ഷ്രെഡഡ് കോക്കനട്ട്. വടിലാൽ, അതേ നമ്മുടെ പേരില് ലാൽ എന്നൊക്കെ നമ്മുടെ പേരുള്ള കോക്കനട്ട്. എന്താ ഈ പച്ച നല്ല നല്ല ഇന്റലക്ച്വൽ ചോദ്യമാണ് ചോദിച്ചേക്കണത്. എന്തിനാണ് 2 എടുത്തേക്കണത്? 2 അല്ല, ആക്ച്വലി നമ്മൾ എടുത്തേക്കണത് ഇതാ 1 2 3 4 5 6. നമ്മൾ 6 എണ്ണം എടുത്തിട്ടുണ്ട്. 6 സെറ്റ് തേങ്ങ, ഷ്രെഡഡ് തേങ്ങ. കൗണ്ട് ചെയ്തോ. അത് ആക്ച്വലി എന്തിനാണെന്നറിയാമോ? നമ്മുടെ പൂക്കൾ വർക്ക് ചെയ്യാത്തത് കാരണം ഈ ഷ്രെഡഡ് കോക്കനട്ടിൽ നമ്മൾ കുറച്ച് ഫുഡ് കളറിങ് ഏജൻറ്റ്, ഞങ്ങൾ വീട്ടിൽ കുറച്ച് 5 അല്ല 6 ഉണ്ട്. 6 ഉണ്ട്. ഫുഡ് കളറിങ് ഏജൻറ്റ് വീട്ടിൽ വാങ്ങിച്ചിരിപ്പുണ്ട്. ആക്ച്വലി കഴിഞ്ഞ ഈ പച്ചിൻ്റെ 3rd ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കി. അക്കു അതിൻ്റെ അകത്ത് ഫോണ്ടൻറ്റിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറേ ഫുഡ് കളറിങ് ഞാൻ താഴെ ഫോട്ടോ അയച്ചിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാക്കി കേക്കിൻ്റെ. അപ്പോൾ ഇതിന് ഫുഡ് കളറിങ് ഏജൻറ്റ് ഉപയോഗിച്ചായിരുന്നു ഞങ്ങൾ പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്ട്രാ ബാക്കി വന്നത് വെച്ച് ഈ ഷ്രെഡഡ് കോക്കനട്ടിൽ ഞങ്ങൾ തിരുമ്മി അങ്ങ് കളർ ചേർക്കും. അതായത് ഇപ്പം ഞാൻ പറയാം, നാട്ടിൽ വാടാമല്ലിയില്ലേ, വാടാമല്ലിയുടെ സെയിം ലുക്കായിരിക്കും ഈ ഷ്രെഡഡ് കോക്കനട്ടിൽ കളർ ചേർത്ത് കഴിയുമ്പോൾ. നമുക്ക് ആരുടെയൊക്കെ ചോദിച്ചാൽ പറയാലോ, നാട്ടിൽ പേർപ്പിൾ വാടാമല്ലി ഉള്ള പോലെ അമേരിക്കയിൽ എന്താ റെഡ് വാടാമല്ലി, ഓറഞ്ച് വാടാമല്ലി, യെല്ലോ വേണ്ട. കാരണം യെല്ലോ നമുക്ക് ഓൾറെഡി പൂക്കൾ കുറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ യെല്ലോ വേണ്ട. അങ്ങനെ മറ്റ് കുറച്ച് പൂക്കളത്തിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ഉള്ള ഷ്രെഡഡ് കോക്കനട്ടിൽ അങ്ങ് മിക്സ് ചെയ്യുക. ദയവ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് പൂക്കളം മാറി തേങ്ങാക്കളം ആവാണ്ടിരുന്നാൽ മതി. പക്ഷേ ഇല്ല, അത്രയും യെല്ലോ പൂക്കളും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പറിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് പൂക്കളം തന്നെ അതിനെ വിളിക്കാം. പക്ഷേ അതിൽ തേങ്ങയാണെന്നുള്ളതിന് വേറെ ആരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ ഇടയിലുള്ള സീക്രറ്റ് ഓക്കെ, ആരും പറയരുത്. അപ്പോൾ എന്താ ഈ സെറ്റ് തേങ്ങയും കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കി പണി തുടങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയി തേങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഫുഡ് കളറിങ് ഏജൻറ്റ് കണ്ട ഇതിനകത്ത് കളേഴ്സ് ഏതൊക്കെയുണ്ട്? റെഡ് ഉണ്ട്,
യെല്ലോ ഉണ്ട്. യെല്ലോ നമുക്ക് വേണ്ടി വരില്ല, കാരണം ഓൾറെഡി യെല്ലോ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ടല്ലോ പൂക്കൾ, നിങ്ങൾ കണ്ടല്ലേ പിച്ചിപ്പോൾ. അപ്പോൾ യെല്ലോ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഉള്ള 2 കളർ ഇതാ ഗ്രീനും ബ്ലൂവാ. അത് നമുക്ക് വേണ്ടി വരില്ല, കാരണം പൂക്കളത്തിന് ബ്ലൂവിൻ്റെ ആവശ്യമില്ല, ബ്ലൂ പൂക്കളില്ലല്ലോ. ഗ്രീൻ നമുക്ക് ഇല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇല ഫുഡിൽ എന്നിട്ട് മിക്സ് ചെയ്തങ്ങ് ചെയ്യാം. പിന്നെ അത് കൂടാണ്ട് അടുത്ത സെറ്റ്, ഇതിൽ കുറേ കൂടെ കളേഴ്സ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മറ്റേ ഈപ്പച്ചിന് 3 വയസ്സുള്ളപ്പോൾ ഉള്ള ബർത്ത്ഡേക്ക് കേക്ക് ഞാനുണ്ടാക്കി അക്കു ഫോണ്ടന്റിലൊക്കെ പെയിന്റ് ചെയ്തതാ. നിങ്ങൾ അന്ന് എനിക്ക് ആദ്യത്തെ വീട്ടിൽ വരെ കാണിക്കാൻ പറ്റിയില്ല. അതെ, ഇപ്പോൾ താഴത്തേക്ക് നോക്കിയത് ഇവിടെ കാണുന്ന ഈ സെറ്റിൽ നോക്കിക്കോ, ആ സെറ്റ് അതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ കേക്ക്. അപ്പോൾ ഇതിനകത്തുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. വീണ്ടും റെഡ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മിക്സ് ചെയ്താൽ മതി. പിന്നെ വയലറ്റ് ഉണ്ട്, നമ്മുടെ പേർപ്പിൾ, അത് നമുക്ക് വാടാമല്ലി എന്നുള്ള രീതിയിൽ എടുക്കാം. പിന്നെ പിങ്ക് ഉണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്, നമ്മുടെ വാടാമല്ലി അല്ല, ഓറഞ്ച് എന്താ ബന്ദിപ്പൂ എന്നല്ലേ പറഞ്ഞേ, അത് പിച്ചി, അതിൻ്റെ പേരെന്തായിരുന്നു, യെല്ലോയും റെഡും ഉള്ള ഓരോ ഇതില്ലേ, സോറി ഗൈസ് പേര് മറന്നുപോയി. ആ പേരൊന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യല്ലോ. അതിൻ്റെ പേര് ബന്ദി എന്നാന്ന് തോന്നുന്നില്ലേ, ബന്ദി. എന്താണെങ്കിലും അത്. ഓറഞ്ചും ഉണ്ട്, ബ്ലാക്ക് വേണ്ടല്ലോ, ബ്ലാക്ക് വേണ്ട, യെല്ലോയും വേണ്ട. അപ്പോൾ കളേഴ്സ് അധികം ഇല്ലാട്ടോ, റെഡും പിങ്കും വയലറ്റും ഓറഞ്ചും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കയ്യിലായി ഒരു ടിഷ്യൂ എടുത്തുകൊണ്ട് വരാമോ സാർ, തൽക്കാലം ആരും വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട്, അത് കുറച്ചെടുത്ത് പുറത്ത് വെച്ചത് കാരണം കുറച്ച് ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏത് കളർ ആദ്യം ചേർക്കണ്ടേ, നമുക്ക് ഓറഞ്ച്, എന്തായാലും ഓറഞ്ചാണ് മൊത്തം പുറത്ത് ചാടിയിരിക്കുന്നത്. നമുക്കിതിൽ ഓറഞ്ച് ഒന്ന് ഒഴിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ ഓറഞ്ച് പൂക്കൾ, ഓറഞ്ച് വാടാമല്ലി റെഡി. അങ്ങനെ ഗ്രീനും ആയിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് പുല്ലിൻ്റെ ഓൾമോസ്റ്റ് ഷെയ്ഡായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പുല്ലുമായി. അങ്ങനെ ഓറഞ്ച്, റെഡ്, പേർപ്പിൾ, ഗ്രീൻ. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണ കാര്യം ഓർക്കുമ്പോൾ എൻ്റെ ദൈവമേ, അമ്മയോട് പറയാം. ചെയ്തത് ഞാൻ, അവസാനം ക്ലീനിങ് സെഷൻ അമ്മയോട് ഏൽപ്പിക്കണമായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കളേഴ്സായി. 4 ഷെയ്ഡ്സ് നമ്മൾ തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. നമുക്കിനി വൈറ്റിന് വേണ്ടി നമുക്ക് തേങ്ങയിൽ കളർ ചേർക്കാണ്ട് തന്നെ നമുക്ക് വൈറ്റ് എടുക്കാം. പിന്നെ ഓൾറെഡി പൂക്കളം നമ്മൾ പറിച്ചെടുത്ത പൂക്കളുണ്ടല്ലോ പുറത്തു പോയി, അതിൻ്റെ യെല്ലോയും ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് റെഡ്, ഓറഞ്ച്, പേർപ്പിൾ, ഗ്രീൻ, യെല്ലോ, വൈറ്റ് 6 ഷെയ്ഡുണ്ട്. പക്ഷെ 6 ഷെയ്ഡിനുള്ള പൂക്കളം ചെറുതായിരിക്കും, എന്നാലും 6 കളേഴ്സുള്ള പൂക്കളം നമുക്ക് നാളെ ഇടാം. നാളെ നമുക്ക് ഒരുങ്ങി പൂക്കളൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ച് ഒരു പ്രോപ്പർ വീഡിയോ. മിക്കവാറും ഞാൻ ഇത് രണ്ട് വ്ളോഗായിട്ട് എടുക്കാനായിരിക്കും ചാൻസ്. ഇപ്പോൾ ഈ വ്ളോഗ് ഇച്ചിരി ലെങ്തി വ്ളോഗായി പോയോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെറ്റ്, ഈ പൂക്കളത്തിൻ്റെ സെറ്റോട് കൂടി നമുക്ക് ഈ വീഡിയോ അങ്ങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ഫ്രഷ് വീഡിയോ, ഇതിന് ഓണം പാർട്ട് 2 എന്ന് പറഞ്ഞ് നമുക്ക് ഗെറ്റ് റെഡി വിത്ത് അസ്. നമ്മുടെ മാത്തച്ഛൻ്റെ ഈപ്പച്ചൻ്റെ പുതിയ കോടി മുണ്ട്, എൻ്റെ സാരി, അമ്മ സാരി കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞു അക്കു പുതിയ ജുബ്ബയൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ ഇടുന്ന ഒരു ഫ്രഷ് സെറ്റ് വീഡിയോ, അതുപോലെ സദ്യ, ഈ പൂക്കളം ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ, ഓണം പ്രിപ്പറേഷൻസിനുള്ള വീഡിയോ പാർട്ട് 1 ആയിട്ടും പാർട്ട് 2 ആയിട്ട് ഇടാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഫ്രണ്ട്സിനായിട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ പറയുന്നത് ഇനി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് നിങ്ങൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ തരണം, സജസ്റ്റ് ചെയ്യണം, ലിങ്കുകൾ ഷെയർ ചെയ്യണം. അങ്ങനെ ഓക്കെ ഗൈസ്, ഇനി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ബാക്കി നമുക്ക് സെക്കൻഡ് പാർട്ട് 2 കാണാം. അതുവരെ ബൈ.